ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ രബീന്ദ്രനാഥ് ടാഗോർ 2 വേഴ്സസ് 1 ഈച്ച് ഫ്രം ദ ഗീതാഞ്ജലി ആൻഡ് ദ ഗാർഡനർ എന്ന പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രബീന്ദ്രനാഥ് ടാഗോർ ബോൺ ഇൻ May 7th, 1861 in Kolkata, died in August 7th, 1941 in Kolkata, Bengali poet, short story writer, song composer, playwright, essayist and painter who introduced new prose and verse forms and the use of colloquial language into Bengali literature, thereby freeing it from tradition models based on classical Sanskrit. ഒരുപാട് മേഖലയിൽ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു രബീന്ദ്രനാഥ് ടാഗോർ. ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സോങ് കമ്പോസർ, പ്ലേറൈറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് പെയിൻറ്റർ. ഇദ്ദേഹമാണ് പണ്ട് ഭയങ്കര കാവ്യാത്മകമായിട്ടുള്ള രൂപത്തിലായിരുന്നു കവിതകൾ എഴുതിയിരുന്നത്. അപ്പോൾ ഇദ്ദേഹം കൊളോക്കിയൽ ലാംഗ്വേജ് ബംഗാളി ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ്. കൊളോക്കിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാര ഭാഷ, നാട്ടുഭാഷ ബംഗാളി ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ദെയർബൈ ഫ്രീയിങ് ഇറ്റ് ഫ്രം ട്രഡീഷണൽ മോഡൽസ് ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ്. ട്രഡീഷണൽ മോഡലായിട്ടുള്ള ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് സാധാരണക്കാർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ല ജ്ഞാനമുള്ളവർക്കാണ് അത് വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് ബംഗാളി ലിറ്ററേച്ചറിന് മോചനം കൊടുത്തത് ഇദ്ദേഹമായിരുന്നു. ഹി ഹാസ് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ഇൻ സാൻസ്ക്രിറ്റ്. സംസ്കൃതത്തിൽ ഇദ്ദേഹത്തിന് വളരെയധികം സ്വാധീനമുണ്ടായിരുന്നു. ഹി വാസ് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ഇൻ ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ കൾച്ചർ ടു ദ വെസ്റ്റ് ആൻഡ് വൈസ് വേഴ്സ. ഇന്ത്യൻ കൾച്ചർ വെസ്റ്റേൺ കൾച്ചറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തിരിച്ചും വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ തിരിച്ചും വെസ്റ്റേൺ കൾച്ചർ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഇദ്ദേഹത്തിന് പ്രത്യേക ഒരു കഴിവ് തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ഹി ഈസ് ജനറൽ റിഗാർഡഡ് ആസ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ഓഫ് ഏർലി 20th century ഇന്ത്യ. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം. ഇൻ 1930 ഹി ബിക്കെയിം ദ ഫസ്റ്റ് നോൺ യൂറോപ്യൻ ടു റിസീവ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. 1913 നോൺ യൂറോപ്യൻകാരല്ലാത്ത ഒരാൾ നോബൽ പ്രൈസ് ലിറ്ററേച്ചറിൽ സാഹിത്യത്തിൽ വാങ്ങിയിട്ടുണ്ട്. അതാരാണ്? രബീന്ദ്രനാഥ് ടാഗോർ. Geetanjali is a collection of poems by the Indian poet Rabindranath Tagore. The original Bengali collection of 157 poems was published. Geetanjali is a collection of poems by the Indian poet Rabindranath Tagore. നമുക്കറിയുന്നതാണ്. രബീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഒരുപാട് പോംസ് ഉണ്ട് അതിൽ. 157ഓളം പോംസ് ബംഗാളി ഭാഷയിൽ 1910 ഓഗസ്റ്റ് 14 അദ്ദേഹം പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ 157 പോംസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇൻ 1913 ടാഗോർ ബിക്കെയിം ദ ഫസ്റ്റ് നോൺ യൂറോപ്യൻ ടു വിൻ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ലാർജ്ലി ഫോർ ദ ഇംഗ്ലീഷ് ഗീതാഞ്ജലി. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു ബംഗാളി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഈ ഒരു ബുക്ക് ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു ഇംഗ്ലീഷ് ഭാഷയിലേക്ക്. അങ്ങനെ 1913 ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടാൻ കാരണമായത് ആ ഒരു ഇംഗ്ലീഷ് ഗീതാഞ്ജലിക്കാണ്. ഗീതാഞ്ജലി എഴുതുന്നതിൻ്റെ വർഷങ്ങൾ മുൻപ് തന്നെ ഇദ്ദേഹം ഗാർഡനർ എന്ന പേരിൽ കളക്ഷൻ ഓഫ് ഏകദേശം 85 പോംസിൻ്റെ ഒരു കളക്ഷൻ ഇദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഗീതാഞ്ജലിയോടൊപ്പം പ്രോഗ്രസ് ചെയ്ത് 1913 അതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ നടത്തിയിട്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോത്തിൽ അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് W.B. ഈഡ്സ് ആണ്. രബീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇദ്ദേഹം വേൾഡിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വെറും ഒരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞ് അതിരുകൾ തീർക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ എഴുത്തുക്കൾ ലോകത്തിന് മുൻപിൽ കാഴ്ചവെക്കാൻ ശ്രമിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പല എഴുത്തുകളും ഇദ്ദേഹം തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഉദാഹരണത്തിന് ഗീതാഞ്ജലി വേഴ്സ് 35 വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് തുടങ്ങുന്ന ഈ ഒരു വേഴ്സ് അഥവാ ഗീതം എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഹെഡിങ്ങോ ടൈറ്റിലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഫ്രം ദ ഗാർഡനർ വേഴ്സ് 46 യു ലെഫ്റ്റ് മീ. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് അദ്ദേഹം ഒരു ഇന്ത്യക്കാരനോടല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഒരു മനുഷ്യനോടാണ്. ഒരു ബിയോണ്ട് നാഷണാലിറ്റി, ബിയോണ്ട് ദ ബോർഡർ, എ ഹ്യൂമൻ ബീയിങ് ഈസ് എ ഹ്യൂമൻ ബീയിങ്.
ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു അതിർത്തി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിശേഷണം കൊടുത്ത് ഒതുക്കിക്കളയേണ്ട ഒന്നല്ല. അത് ഈ ലോകത്തിൻ്റെ ഒരു വരദാനമാണ്. 1913 ഗാർഡനർ എന്ന ആ ഒരു കളക്ഷൻ ഓഫ് പോത്തിൻ്റെ പ്രിഫേസ് അഥവാ ആമുഖത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഈഡ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദി ലിറിക്സ് ഓഫ് ലവ് ആൻഡ് ലൈഫ് ദ ട്രാൻസ്ലേഷൻ ഓഫ് വിച്ച് ഫ്രം ബംഗാളി ആർ പബ്ലിഷ്ഡ് ഇൻ ദിസ് ബുക്ക്. അതായത് ഇതിൽ സ്നേഹത്തെക്കുറിച്ചിട്ടും ജീവിതത്തെക്കുറിച്ചിട്ടൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മിക്ക ലിറിക്സും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ആ റിലീജിയസ് പോയത്തിൻ്റെ ഒരുപാട് വർഷങ്ങൾ മുൻപേ എഴുതിയിട്ടുള്ളതാണ്. ദ ട്രാൻസ്ലേഷൻ ആർ നോട്ട് ഓൾവേസ് ലിറ്ററൽ, ദ ഒറിജിനൽ ബീങ് സംടൈംസ് അബ്രിഡ്ജ് ആൻഡ് സംടൈംസ് പാരാഫ്രേസ്ഡ്. അപ്പോൾ ഇദ്ദേഹം ബംഗാളിൽ എഴുതുമ്പോൾ അത് എത്രത്തോളം ലിറ്ററൽ ആയിരുന്നോ അത്രത്തോളം ഇല്ല ഈ ഒരു ട്രാൻസ്ലേഷൻ എന്നാണ് പറയുന്നത്. ചിലത് അബ്രിഡ്ജ്ഡ് മീൻസ് ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സംടൈം പാരാഫ്രേസ്ഡ് ചില പദപ്രയോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അഗെയിൻ ദ ഗാർഡനർ ഇസ് എ വർക്ക് ഓഫ് സെൽഫ് ട്രാൻസ്ലേഷൻ. എന്നിരുന്നാലും ഗാർഡനറും അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫ് ട്രാൻസ്ലേഷൻ, അദ്ദേഹം സ്വയം ട്രാൻസ്ലേറ്റ് ചെയ്തുള്ള ഒരു വർക്കാണ്. ഡബ്ലി സോ, ഫോർ ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം വൺ ലാംഗ്വേജ് ഇൻ ടു അനദർ ആൻഡ് ബിക്കോസ് ഫോർ ഹിം ട്രാൻസ്ലേഷൻ നെസസിറ്റേറ്റഡ് റീറൈറ്റിംഗ് സെക്ഷൻ ആസ് വെൽ ആസ് കണ്ടൻസിങ് ദ ഒറിജിനൽ. എന്നിരുന്നാലും അദ്ദേഹത്തിന് പല കാര്യങ്ങളും, അദ്ദേഹം മാതൃഭാഷയിൽ എഴുതുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ലേ നമ്മൾ മദർ ടങ്ങിൽ എഴുതുമ്പോൾ, പക്ഷെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മാറ്റൽ അനിവാര്യമാണ്. ഗാർഡനറും ഗീതാഞ്ജലിയും 2 poems for 2 famous collections. ഗീതാഞ്ജലി നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ ടാഗോറിൻ്റെ ഈ ഒരു പോമത്തിലൂടെ വരുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു നാഷൻ, നമ്മുടെ ദേശത്തിന് വേണ്ടിയിട്ടുള്ള സംഭാവനയാണ് ടാഗോർ ഈ 2 പോംസ്, ഈ 2 വേഴ്സസിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഓഫ് ഇക്വാലിറ്റിയാണ്. യാതൊരു മാനദണ്ഡം ഇല്ലാതെ ഇന്ത്യക്കാരെല്ലാവരും ഒരുപോലെ ഒത്തൊരുമയോടെ നിൽക്കുന്ന ആ ഒരു ദൃശ്യം ആണ് അദ്ദേഹം ഈ ഒരു പോമത്തിലൂടെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പീപ്പിൾ ഈക്വൽസ്, നോ ബാരിയേഴ്സ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ്. ആളുകളെല്ലാം ഒന്നാണ്, അവിടെ ജാതി മതം പോലെയുള്ള അതിർവരവുകൾ തീർക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓൾ വേഴ്സസ് ഇൻ ഗീതാഞ്ജലി പ്രയർഫുൾ. ഗീതാഞ്ജലിയുടെ എല്ലാ ഗീതം സോങ്സും എന്താണ്, ഒരു പ്രാർത്ഥന പോലെയാണ്. പ്രാർത്ഥന കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ ഏതെങ്കിലും റിലീജിയൻ്റെ ബേസിലാണ് പ്രാർത്ഥിക്കാറ്. പക്ഷേ ഈ ഒരു വേഴ്സസിൽ അല്ലെങ്കിൽ ഗീതത്തിൽ നമുക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ റിലീജിയനെ കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. But the poet do not use the name of God of any religion. ഏതെങ്കിലും, നമ്മൾ പല പേരിലാണ് ദൈവത്തെ വിളിക്കുന്നത് അല്ലേ, പല പേരിൽ പല റിലീജിയനിലും പല കൺസെപ്റ്റോട് കൂടിയിട്ടും വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പോത്തിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ദൈവത്തിനൊരു പേര് കാണാൻ പറ്റില്ല. കൺസെപ്റ്റ് ഓഫ് ഓൾമൈറ്റി, മോർ അറ്റാച്ച്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ആസ്പെക്ട്സ്. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മനുഷ്യർക്കും ഓരോ വശങ്ങളുണ്ട് അല്ലേ, ആ വശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ വശങ്ങളോടും ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ്റെ കാഴ്ചപ്പാടിനോട് ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു ദൈവം എന്ന ആ ഒരു കൺസെപ്റ്റാണ് നമുക്ക് ഈ ഒരു പോത്തിൽ കാണാൻ പറ്റുന്നത്. അതുതന്നെയാണ് ഈ ഗീതാഞ്ജലിയുടെ മെയിൻ അട്രാക്ഷനും. പ്രാർത്ഥനകളാണ് വരുന്നത്, എന്നിരുന്നിട്ടും അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ പ്രത്യേക റിലീജിയനായിട്ട് കണക്റ്റഡ് അല്ലാതെ ഈ ലോകത്തിൻ്റെ തന്നെ പ്രാർത്ഥനയായിട്ട്, ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രാർത്ഥനകളായിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ചൊരു ദൈവത്തിൻ്റെ പേരോ മറ്റോ പറയുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us see verse 35. Where the mind is എന്ന് തുടങ്ങിയിട്ട് where words come out from the depth of truth. The verse 35 is not just about a free India, free of colonial rule. ഈ ഒരു വരികളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെറും ഫ്രീ ആയിട്ടുള്ളൊരു ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള ടാഗോറിൻ്റെ സങ്കല്പമല്ല, അല്ലെങ്കിൽ ഫ്രീ ഓഫ് കൊളോണിയൽ റൂൾ അല്ലേ, ആ ഒരു കൊളോണിയൽ ഭരണത്തിൽ നിന്നുള്ള ആ ഒരു രക്ഷപ്പെടലല്ല.
ടാഗോർ എയിംസ് അറ്റ് മോർ ദാൻ ദാറ്റ്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്തോ ഒന്ന് ടാഗോർ ലക്ഷ്യം വെക്കുന്നുണ്ട് ഈ വരികളിൽ. ഈവൻ ഇഫ് ദ ഇംഗ്ലീഷ് ലീവ്സ് ദ ലാൻഡ് ഇന്ത്യ ഹാസ് ഇറ്റ്സ് ഓൺ റെസ്ട്രിക്ഷൻസ്. ഇംഗ്ലീഷുകാർ ഇന്ത്യയുടെ മണ്ണ് വിട്ടുപോയാലും ഇവിടെ ഇന്ത്യക്കാരുടെ ആയിട്ടുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഒരു ഇന്ത്യക്കാരനായിട്ട് ജീവിക്കാൻ ഒരുപാട് തടസ്സങ്ങൾ അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ദ ഡൊമസ്റ്റിക് വാൾ. എന്താണ് നാരോ ഡൊമസ്റ്റിക് വാൾസ്? അത് തടസ്സങ്ങളാണ്. മനുഷ്യനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ. എന്തിൻ്റെയൊക്കെ പേരിൽ? ക്ലാസ്, കാസ്റ്റ്, ക്രീഡ്, കളർ, റിലീജിയൻ ആൻഡ് അതർ എലമെൻറ്റ്സ്. വർഗം, മതം, ഭാഷ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാരിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില തടസ്സങ്ങൾ. നാരോ ഡൊമസ്റ്റിക് വാൾസ് ആർ ദ ബാരിയേഴ്സ് ദാറ്റ് പീപ്പിൾ ഹാവ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ടു ഡിവൈഡ് മെൻ അക്കോർഡിംഗ് ടു ദെയർ റിലീജിയൻ, കളർ, കാസ്റ്റ്, ക്ലാസ് ആൻഡ് സോ ഓൺ. ഇത് മനുഷ്യൻ നിർബന്ധമായിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം അവനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തീർക്കുന്നതാണ്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ മേൽക്കോയ്മ ആഗ്രഹിക്കുന്ന ആളുകളുടെ അതിബുദ്ധിയാണ് കാരണമെന്ന് വിചാരിക്കാം. ദി ഡൊമസ്റ്റിക് വാൾസ് ഓഫ് നാഷണലിസം, റിലീജിയൻ, കൾച്ചർ കോസ് ഫ്രാഗ്മെൻറ്ററീസ്. ഇത് നമ്മളിൽ ഭിന്നതയാണ് കൊണ്ടുവരുന്നത്, ഇത്തരത്തിലുള്ള ഡൊമസ്റ്റിക് വാൾസ്. ഈവൻ കുടുംബത്തിലടക്കം കണ്ടിട്ടുണ്ട് അല്ലേ? ചില കാര്യങ്ങളൊക്കെ ചിലരിലേക്ക് മാത്രം അധിഷ്ഠിതമായി പോകുന്നു. ടു ലീവ് വിത്തൗട്ട് ഫിയർ, ടു ലീവ് വിത്ത് ഹെഡ് ഹെൽഡ് ഹൈ, യു നീഡ് ടു ചേഞ്ച് ദ സൊസൈറ്റി. പേടിയില്ലാതെ ജീവിക്കണമെങ്കിൽ, തല ഉയർത്തിപ്പിടിച്ച് നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സൊസൈറ്റിയിലെ ചില മാനദണ്ഡങ്ങൾ മാറ്റേണ്ടതുണ്ട്. നോളജ് ഷുഡ് ബി ഫ്രീ, നോട്ട് കൺസ്ട്രെയിൻഡ് ബൈ കാസ്റ്റ് സിസ്റ്റം, റിച്ച് പുവർ ഡിസ്പാരിറ്റി. അറിവ് എന്ന് പറഞ്ഞാൽ അതായിരിക്കണം ഏറ്റവും സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് കിട്ടേണ്ട ഒന്ന്. അത് ഒരിക്കലും ഒരു കാസ്റ്റ് സിസ്റ്റം വെച്ചിട്ടോ അല്ലെങ്കിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഭാവവ്യത്യാസത്തോട് കൂടിയിട്ടോ ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല. ആൻഡ് സ്പീക്ക് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത്, നോട്ട് പ്രിറ്റൻഷൻസ്. എപ്പോഴും സത്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുക, സത്യം അറിഞ്ഞുകൊണ്ട് സംസാരിക്കുക, അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രിറ്റൻഷൻസിനോട് കൂടിയിട്ട് പെരുമാറാതിരിക്കുക, സംസാരിക്കാതിരിക്കുക. ചുരുക്കത്തിൽ പൊഴിമുഖങ്ങൾ അഴിച്ചുവെച്ച് പച്ച മനുഷ്യനാവാനുള്ള ഒരു ആഹ്വാനം ഈ കവിതകളിൽ കാണാം. ഇനി ഇവിടെ ഈ വരികളിൽ എന്താ പറയുന്നത് നോക്കാം. വെർട്ടൈലസ് ട്രൂവിങ് തുടങ്ങി ലെറ്റ് മൈ കൺട്രി അവേക്ക് വരെയുള്ളത്. നോട്ട് ബി സാറ്റിസ്ഫൈഡ് ബൈ മീഡിയോക്രിറ്റി. നമ്മളൊരു ഇടത്തരക്കാരാവുമ്പോൾ സംതൃപ്തരാവരുതെന്നാണ് കവി പറയുന്നത്. ടയർലെസ് വർക്ക് ടുവേർഡ്സ് പെർഫെക്ഷൻ. എപ്പോഴും നമ്മുടെ ജീവിത നിലവാരവും ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒട്ടും ക്ഷീണിതരാവാതെ അധ്വാനിക്കണം. അപ്പോഴാണ് നമുക്ക് പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. ഇൻ ഓൾ ഫീൽഡ് ഓഫ് വർക്ക്, ഏത് മേഖലയിലാണെങ്കിലും ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ട ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടി മറ്റൊരാളുടെ സഹായം അല്ലെങ്കിൽ മറ്റൊരാളുടെ കരുണയ്ക്ക് വേണ്ടിയിട്ട് കൈകൂപ്പി നിൽക്കേണ്ട ഒരവസ്ഥ കാണാറുണ്ട്. പക്ഷേ പലപ്പോഴും ഈ അവസ്ഥ മനുഷ്യർ സ്വയം ഉണ്ടാക്കുന്നതാണെന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നന്നായി ഒന്ന് വർക്ക് ചെയ്താൽ പെർഫെക്ഷനിലേക്ക് എത്താൻ ഏതൊരു വ്യക്തിക്കും പറ്റും. അത് ഏത് മേഖലയിലാണെങ്കിലും ഏത് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും. അങ്ങനെ സ്വന്തം ജീവിത നിലവാരം മറ്റൊരാളുടെ ഓശാരത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. റീസൺ സ്റ്റിൽ ഇൻടാക്റ്റ്, നോട്ട് ഡ്രൈയിങ് അപ്പ് ബൈ ഡെഡ് ഹാബിറ്റ്. ചിലതൊക്കെ നമ്മുടെ ഡെഡ് ഹാബിറ്റാണ്. ഒരു കാര്യമില്ലെങ്കിലും ഒരു ഹാബിറ്റ് പോലെ, ഡെഡ് ഹാബിറ്റ് പോലെ നമുക്കൊരു ഉപകാരമില്ലാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കാറുണ്ട്. ഡെഡ് ഹാബിറ്റ് ഈസ് ദ ഡെസേർട്ട് സാൻഡ് ദാറ്റ് ഡ്രൈസ് അപ്പ് ദ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ. അത് നമ്മുടെ കാരണങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു വിവേകം അല്ലേ, ആ ഒരു സംഭവത്തെ ഇല്ലായ്മ ചെയ്യുമെന്നാണ് പറയുന്നത്. ഡെഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമിയാണ്. ഒരു മരുഭൂമിയിലെ മണ്ണിൽ പച്ചപ്പ് ഉണ്ടാവാത്തത് പോലെ, എങ്കിലും ഉണ്ട് മരുഭൂമിയിലുണ്ട് മരുപ്പച്ച അല്ലേ. പക്ഷേ നമ്മുടെ സ്ട്രീം ഓഫ് റീസൺ, ഒരു മരുഭൂമിയിൽ ഒന്ന് നട്ട് വളർത്താൻ പറ്റാത്ത പോലെ സ്ട്രീം ഓഫ് റീസൺ, നമ്മൾ വിവേകം, നമ്മുടെ ബോധത്തെ ഈ ഒരു ഡെഡ് ഹാബിറ്റ്സുകൾ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. പലപ്പോഴും നമുക്ക് തന്നെ ഒരു ഉപകാരമില്ലാത്ത പല ഹാബിറ്റ്സുകളും
കാലാകാലങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. എൻ്റെ നാട്ടിൽ ഞാൻ ചിലപ്പോഴൊക്കെ കാണുന്ന ചില കാഴ്ചകളുണ്ട്. പെൺകുട്ടികളുള്ള അച്ഛന്മാർ പലപ്പോഴും ആ ഒരു കാര്യം അറിയുന്നത് അവർക്ക് വിവാഹപ്രായം എത്തുമ്പോഴാണ്. വിവാഹപ്രായം എത്തി അത് നടത്താൻ വേണ്ടി നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടുമ്പോൾ അവർ ഓർക്കാറില്ല അവരുടെ പല ഡെഡ് ഹാബിറ്റ്സ്. അതായത് 1 ലിറ്റർ സ്കോച്ചോ വിസ്കിയോ അങ്ങനത്തെ ഒക്കെ കുടിക്കണമെങ്കിൽ 300-500 ആ ഒരു റേഞ്ചിൽ നമ്മൾ കാശ് ചിലവാക്കേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ ഒരു ഡെഡ് ഹാബിറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ആ കുട്ടികളുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നാണം കെട്ടിട്ട് നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടിയിട്ട് ഒരു വിവാഹം നടത്തേണ്ട ആവശ്യമില്ല. ആളുകൾ സഹായിക്കുമായിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊരു കുടിയൻ്റെ മോളാണല്ലോ, ഇയാളുടെ ഈ കുടി കാരണമാണല്ലോ ഇത് ഇങ്ങനെ ആയത് എന്നൊരു പ്രാക്കോട് കൂടിയിട്ടായിരിക്കും ആ ഒരു സഹായം. പല ഡെഡ് ഹാബിറ്റ്സിനോടും ഗുഡ് ബൈ പറയുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും മൂല്യങ്ങളും കൊടുത്ത് വളർത്താൻ ഓരോ രക്ഷിതാവിനും കഴിയും. മറ്റൊരു ലൈൻ നോക്കാം. മൈൻഡ് ആൻഡ് തോട്ട് ലെഡ് ബൈ ദീ എവർ. നിങ്ങളുടെ മനസ്സും ചിന്തകളുമാണ് നിങ്ങളെ നയിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വൈഡനിങ് തോട്ട്, അതായത് നല്ല വിസ്താരമുള്ള ഇടുങ്ങിയ ചിന്ത അല്ലാതെ നല്ല ആഴത്തിൽ ചിന്തിക്കാൻ. ആക്ഷൻ ടു ഫോളോ, ആ ചിന്തകളെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളെ പ്രവർത്തികൾ. നമുക്ക് നല്ല കരുത്തുറ്റ ചിന്തകളും ആ ചിന്തയോട് അനുയോജ്യമായ പ്രവൃത്തികളും വേണം. വിത്ത് യുവർ ഗ്രേസ് ലെറ്റ് മൈ കൺട്രി അവേക്ക്. അപ്പം നല്ല ചിന്തകളുള്ള പൗരന്മാരുള്ള രാജ്യത്ത് അവരുടെ ദയാവ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ചിന്താശക്തി കൊണ്ട് നമ്മുടെ കൺട്രി ഉണരും എന്നാണ് പറയുന്നത്. കൺട്രിയിൽ രാജ്യത്ത് നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന്. To that heaven of freedom, the poet uses the term my father to address God. ഇവിടെ ഒരു ടേം മൈ ഫാദർ എന്നുള്ള ടേം യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഗോഡിനെയാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. എൻ്റെ സൃഷ്ടാവ് അല്ലേ, എൻ്റെ സൃഷ്ടാവ് എന്നുള്ളൊരു പ്രയോഗം. ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സ്വർഗം എന്നാണ് പറയുന്നത്. അതിലേക്ക് നയിക്കാൻ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളുമുള്ള, ആ ചിന്തയോട് ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തികളുമുള്ള പൗരന്മാർ ഉണ്ടായേ തീരൂ. നോട്ട് ജസ്റ്റ് ഫ്രീഡം ഫ്രം കൊളോണിയലിസം, ആൻഡ് ഓവറോൾ ഫ്രീഡം ഓഫ് മൈൻഡ്, ബോഡി, തോട്ട്സ് ആൻഡ് ഡീഡ്സ്. കേവലം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് കൊളോണിയലിസത്തിലുള്ള ഒരു ഫ്രീഡം അല്ല ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യം, മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, ചിന്തകളുടെ, അതുപോലെ പ്രവർത്തികളുടെ സ്വാതന്ത്ര്യം. ടാഗോർ വിഷ്വലൈസസ് ഫാർ എഹെഡ് ഓഫ് എനി പൊളിറ്റീഷ്യൻ, മോർ ഫിലോസഫർ ആൻഡ് സ്പിരിച്വൽ. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം മറ്റേതൊരു പൊളിറ്റീഷ്യനേക്കാളും ഒരു ഫിലോസഫറിനേക്കാളും സ്പിരിച്വലിനേക്കാളും ഉപരിയായിരുന്നു എന്നാണ് പറയുന്നത്. What is the theme of the poem The Gardener? The Gardener is a song filled with the idea of love and unity of humanity with the universe. ഈ ലോകത്ത് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്നേഹമെന്ന ആശയം, മനുഷ്യത്വം എന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, അതൊക്കെ തന്നെയാണ് ഗാർഡനർ എന്ന് പറയുന്ന ആ ഒരു കളക്ഷൻ ഓഫ് പോംസിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഇറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടാഗോർസ് പോയട്രി ബുക്സ്, ഓൾസോ നോൺ ആസ് ദ ബുക്ക് ഓഫ് ലവ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബുക്കിനെ ബുക്ക് ഓഫ് ലവ് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇൻ ദിസ് വേഴ്സസ് ഹീ ഈസ് നോട്ട് ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് എ ലവ് ഫോർ എ വുമൻ. ഹീ ട്രാൻസ്ഫേഴ്സ് ഹിസ് ഫോക്കസ് ഓൺ ദ ലവ് ഇൻ ജനറൽ ടുവേർഡ്സ് മെൻ, എർത്ത്, വേൾഡ്, ലൈഫ്. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ നേർക്കുള്ള ഒരു സ്നേഹത്തിനല്ല ഈ ഒരു പ്രോസ് ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. അതിൽ കാണുന്നത് ഈ ലോകത്തിനോട്, ഈ ലോകത്തെ എല്ലാ ആളുകളോടും എല്ലാ ജീവികളോടും ലോകത്തോട് തന്നെയുള്ള ഭൂമിയോട് പോലുമുള്ള സ്നേഹം. By presenting many of the significant ideas, he has been considered as the greatest representative of late European symbolism. Although he was Indian by birth, അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായിട്ട് പോലും യൂറോപ്യൻ സിംബോളിസത്തിൻ്റെ വലിയൊരു പ്രതിനിധി എന്ന രീതിയിൽ, ഒരു ഗ്രേറ്റ് പ്രതിനിധി എന്ന രീതിയിലാണ് കണക്കാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ഗാർഡനർ എന്നുള്ള പോം പ്രോസ് പോമാണ്, ഗദ്യരൂപത്തിലുള്ള പദ്യമാണ്. മെയിൻ തീം ലവ് ഫോർ ഫ്രീഡം. Thank you for listening me.